ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ഭയങ്കര വിഷമമുള്ളൊരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മ ചെന്നൈയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന വീഡിയോ ആണ്. ആക്ച്വലി അമ്മ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ചയായി. ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചതാണ്, എഡിറ്റ് ചെയ്യാനൊക്കെ താമസിച്ചാണ്. അങ്ങനെ കൊണ്ടാക്കാൻ ഞങ്ങൾ പോവുകയാണ്. എവിടെയാണ് ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ട് ശ്രമിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൽ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു വരുന്ന വഴിക്കൊരു കഫേയിൽ കയറി നഗറ്റ്സ്, സാൻഡ്വിച്ച്, ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു. വെരി ലൈറ്റ് ഫുഡായിട്ട് കഴിച്ചു. ഒരു ലൈം ജ്യൂസും കൂടെ കുടിച്ച് തിരിച്ച് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് പെട്ടെന്ന് എത്തണം, അവിടെ അമ്പലത്തിലെ ഉത്സവമാണ്, അപ്പോൾ അതിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ആക്ച്വലി ഞങ്ങൾ കുറേ ട്രെയിനൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. കിട്ടാത്തതുകൊണ്ട് ഞങ്ങളൊരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ തെങ്കാശി ചെന്നിട്ട് തെങ്കാശിയിൽ നിന്ന് വേറെ ബസ് പിടിച്ചിട്ടാണ് കൊല്ലത്തിലോട്ട് പോകാൻ. അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ട് യാത്രയാണ്, എന്നാലും കുഴപ്പമില്ല. അമ്മയ്ക്ക് പോയേ പറ്റുമെന്ന് വെച്ചാൽ ഞങ്ങൾ പോകാം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി ചെന്നൈയിലെ ബസ് സ്റ്റാൻഡ് കോയമ്പേടിൽ നിന്നായിരുന്നു നമുക്ക് പ്രൈവറ്റ് ബസ്സൊക്കെ കയറുന്ന സ്റ്റാൻഡ്, ഒമ്നി ബസ് സ്റ്റാൻഡിൽ. പക്ഷേ ഇപ്പോൾ അവിടുന്ന് ഗവൺമെൻറ് അത് മാറ്റി കേളമ്പക്കം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ, കേളമ്പക്കം എന്ന് വെച്ചാൽ വണ്ടല്ലൂർ, ചെങ്കൽപ്പേട്ട അതിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ അറ്റ്ലീസ്റ്റ് ഒരു 1.5 hours ട്രാവലുണ്ട്. അങ്ങനെ അവിടെ പിന്നെ പോകേണ്ടി വന്നു. ബസ് 7:30 എന്ന് പറഞ്ഞാൽ പിന്നെ വന്നിട്ട് 11:30 ബസ് വന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ, പുതിയതായിട്ട് പണിഞ്ഞ ബസ് സ്റ്റാൻഡാണ് കേട്ടോ കേളമ്പക്കത്ത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാ ബസ്സും ഇനി ഇവിടെയാണ് നിർത്തുന്നത്, ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും. നമ്മൾ ആക്ച്വലി ബസ് സ്റ്റാൻഡ് കണ്ടെന്നുണ്ടല്ലോ എയർപോർട്ട് പോലെ ഇരിക്കും. കാരണം എല്ലാം ഉണ്ട്, മീൻസ് എന്താ റെസ്റ്റോറൻറ്റ്, പാർക്കിംഗ് ഏരിയ, അങ്ങനെ എല്ലാ സംഭവങ്ങളുള്ളൊരു നല്ല അടിപൊളി ബസ് സ്റ്റാൻഡായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമ്മളെ എയർപോർട്ടിൻ്റെ ഒരു ലുക്കാണ് കണ്ടു കഴിഞ്ഞാൽ. ഞങ്ങൾ ആക്ച്വലി അവിടെ നിന്ന് കയറി ഇങ്ങനെ പോയി നമ്മൾ അമ്മയുടെ ബസ് കണ്ടുപിടിക്കുന്ന സ്ഥലം നമ്മൾ ഡ്രൈവറിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾ എവിടെത്തി എവിടെയാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതെന്ന്. അത്രയ്ക്ക് ഭയങ്കര ബസ് സ്റ്റാൻഡായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയെ കൊണ്ടിടാനായിട്ട് ഞങ്ങളപ്പം ഇവിടെ വന്നു. അപ്പം ആക്ച്വലി ബസ് വന്നത് ഭയങ്കര ലേറ്റായിപ്പോയി. കാരണം അന്നായിരുന്നു അവരെല്ലാം ഈ ഇവിടുന്ന് കുറേ നാളുകൊണ്ടൊരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. ബസ് കോയമ്പേട് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ട്രാഫിക് ഉണ്ടാവുന്ന. അങ്ങനെ പിന്നെ അന്നായിരുന്നു ആ സ്ട്രൈക്കൊക്കെ എന്തോ കഴിഞ്ഞതും. അങ്ങനെ പിന്നെ ബസ് അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് എടുത്ത് 7:30 സ്റ്റാർട്ട് ചെയ്ത ബസ് പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ 11:30. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ട്രാഫിക്കും എല്ലാം കൂടെ കൊണ്ട് കിടുമായിരുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 9 നോക്കണം. 11 14 പറഞ്ഞേ. ഒരു നിമിഷം ഞാൻ ചോദിക്കട്ടെ അമ്മയോട്. 13-14 കണ്ടാ എന്തെങ്കിലും മേടിച്ചോണ്ട് പോടി കഴിക്കാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും മേടിച്ചോണ്ടോ കുടിക്കാൻ. അങ്ങനെ ഞാൻ ഫുഡും തിരക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കര വലിയ എയർപോർട്ടായിരുന്നു. എയർപോർട്ടല്ല, ബസ് സ്റ്റാൻഡായിരുന്നു. അപ്പോൾ ഫുഡ് ഒരു സൈഡിലെ കോർണറിലുണ്ടായിരുന്നു. പക്ഷേ ലെമൺ റൈസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ ഞാൻ മേടിച്ചത് ഞാൻ ദോശയോ സാമ്പാറിനൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ അമ്മയെ ഡ്രോപ്പ് ചെയ്ത് കേട്ടോ, അല്ല അമ്മയെ ബസ് കയറ്റി വിട്ടു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം കാർ ഒരു സൈഡിൽ കിടക്കുമായിരുന്നു, ബസ് സ്റ്റാൻഡ് ഒരു സൈഡിലായിരുന്നു. കാറിനകത്തായി പോയി എൻ്റെ ഫോൺ, സോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മേനെ കൊണ്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ഇമോഷണലി ഭയങ്കര വിഷമമായതുകൊണ്ട് പിന്നെ അത് എടുക്കാനും തോന്നിയില്ല, അതുകൊണ്ട് എടുക്കാതെ. പിന്നെ ഞങ്ങൾ തിരിച്ചിപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വൈശുക്കുട്ടി കിടന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് പിന്നെ നമുക്ക് വിശപ്പൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ ഏകദേശം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 1 മണി എങ്ങാണ്ട് കേട്ടോ, 12:30 1 മണി എങ്ങാണ്ട് ആയി തോന്നുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി അമ്മേനെ ഡ്രോപ്പ് ചെയ്തിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ ചെറിയ വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, സീ യു, ബൈ.